പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ. നയതന്ത്രപരമായ ഇന്ത്യയുടെ നിലപാടിൽ പാകിസ്ഥാൻ ഭയക്കുകയാണ്. തിരിച്ചടി ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് അത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരിക്കും പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ? 1960 സിന്ധു നദീജല കരാർ നിലവിൽ വരുന്നത്. അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റു കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിട്ടത്. അതായത് ഈ 5 നദികൾ, ഇൻഡസ് ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നദികളാണ്. ഇൻഡസ്, രവി, ഝലം, ബിയാസ്, സത്ലജ്, 5 നദികളാണ്. ഈ 5 നദികളും ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ കടന്നുപോയി അറബിക്കടലിൽ ചേരുകയാണ് ചെയ്യുന്നത്. അതായത് പണ്ട് ഇന്ത്യ ഒന്നായിരുന്ന കാലഘട്ടത്തിലെ പഞ്ചാബ് എന്ന് പറയുന്ന പ്രവിശ്യ, അതിൻ്റെ ഭൂരിഭാഗവും ഇന്ന് വരുന്നത് പാകിസ്ഥാനിലാണ്. ആ പ്രവിശ്യയിലുണ്ടായിരുന്ന മുഴുവൻ ഇപ്പോഴും നിലവിലുള്ള മുഴുവൻ കൃഷിക്കും ഈ ജലത്തെയാണ് ആശ്രയിക്കുന്നത്. അതായത് പഞ്ചാബ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമാണ്. ആ ചരിത്രവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ 5 നദികൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലൂടെ കടന്ന് വീണ്ടും ഒന്നായി പാകിസ്ഥാനിലൂടെ തന്നെ വീണ്ടും അറബിക്കടലിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ഈ 5ആയി പിരിയുന്ന ഈ കൈവഴികൾ 5ൻ്റെയും ഇടയ്ക്കുള്ള ഈ പ്രദേശങ്ങൾ വളരെ ഫലഭൂയിഷ്ടമാണ്. കാരണം ഈ നദിയുടെ എക്കലുകൾ അടിഞ്ഞും അതിൽ നിന്നൊഴുകി വരുന്ന മണ്ണ് എല്ലാം ഈ പ്രദേശങ്ങളിൽ മുഴുവനുമായി വ്യാപിച്ചും ഫലഭൂയിഷ്ടമായ നല്ല മണ്ണ്, വളക്കൂറുള്ള മണ്ണുണ്ടായിരിക്കുന്നു. ആ പ്രദേശത്താണ്, അതാണ് പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശം. ആ പ്രദേശത്താണ് വലിയ കൃഷി ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നാണത്. അതിലൊന്നാണ് നമ്മൾ ഇന്ത്യയെ വെട്ടിമുറിച്ചപ്പോൾ നമ്മൾ പാകിസ്ഥാന് കൊടുത്തത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ബ്രഹ്മപുത്ര ഗംഗ റിവർ സിസ്റ്റം, ആ സിസ്റ്റം ഒഴുകിയെത്തുന്ന ഏറ്റവും ഫലഭൂയിഷ്ടമായ മറ്റൊരു പ്രദേശമാണ് ബംഗ്ലാദേശിൽ. അത് രണ്ടും പാകിസ്ഥാനാണ് പോയത്. ഇതിനിടയ്ക്കുള്ള ഈ യമുന ഗംഗ റീജിയൻ, ആ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം ഒഴുകുന്ന ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ മേഖലകളാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ ഈ സിന്ധു നദി ഒഴുകുന്ന പ്രദേശമാണ് ഹരിയാനയിലും ഇന്ന് നമ്മുടെ കയ്യിലുള്ള പഞ്ചാബിലുമൊക്കെ കൃഷിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന അതിൽ നിന്നാണ്. ഈ 5 നദികളും ഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതാണ് നമ്മുടെ പിടിവള്ളി. പണ്ട് ഈ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധങ്ങളുണ്ടായ ആ യുദ്ധകാലത്തൊന്നും തന്നെ ഈ നദികളിലെ വെള്ളം തടഞ്ഞു വയ്ക്കുകയോ അത് അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ ഈ കരാർ പ്രകാരം, സിന്ധു നദീജല കരാർ പ്രകാരം ഈ സിന്ധു നദിയിലൂടെ ഒഴുകുന്ന 80% ജലത്തിൻ്റെ അവകാശം പാകിസ്ഥാനാണ്. കാരണം ഈ നദി ഭൂരിഭാഗം ഒഴുകി പോകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. നമ്മളിതിനെ തടഞ്ഞാൽ, അന്ന് തടയാൻ കഴിയില്ല, തടഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങോട്ട് ഒഴുക്കിക്കൊണ്ട് പോകും എന്നുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ദീർഘദർശനത്തോടെ കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ വലിയ വളർച്ച ആ കാര്യത്തിൽ കൈവരിച്ചിട്ടുണ്ട്. നമ്മൾ നിരവധി കനാലുകൾ ഉണ്ടാക്കി. ഈ പറയുന്ന 5 നദികളുടെയും നിരവധി ഡാമുകൾ നമ്മൾ പണിഞ്ഞിട്ടുണ്ട്. 5 നദികളിൽ നിന്നും നിറയെ ഒരുപാട് ഈ പറയുന്ന കനാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും വെള്ളം തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഇനി നമ്മളിത് അടയ്ക്കുകയാണെങ്കിൽ, ഈ നദികളിലെ ജലം പൂർണ്ണമായി ഒഴുക്കി വിടുന്നതിനെ പൂർണ്ണമായി തടഞ്ഞാൽ, ഇപ്പം തന്നെ ഷട്ടർ ഇട്ട് കഴിഞ്ഞു, ഇതിനെ ഒഴുക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ മുഴുവൻ ഈ ജലത്തെ ആശ്രയിച്ചാണ് കൃഷി നടക്കുന്നത്. അവിടുത്തെ പരുത്തി, ഗോതമ്പ്, അരി, കരിമ്പ്, ഇത്രയും നെല്ല്, ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളുടെ അരി ഉണ്ടാക്കുന്ന നെല്ലിൽ നിന്നാണല്ലോ. അപ്പോൾ ഈ പറയുന്ന 4 കൃഷിയും പൂർണ്ണമായും അവിടെ താറുമാറാവും. പരുത്തി അവർക്ക് കൃഷി ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. അവരുടെ പ്രധാനപ്പെട്ട നാണ്യവിളയാണ് പരുത്തി. പിന്നെ ഗോതമ്പും അരിയും അവരുടെ പ്രധാനപ്പെട്ട ആഹാരമാണ്. കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ. തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ കൃഷികൾ ഇല്ലാതാകുന്നതോടുകൂടി പാകിസ്ഥാന് പിടിച്ചിരിക്കാൻ കഴിയില്ല. അവരുടെ ജലവൈദ്യുത പദ്ധതികൾ, ഇപ്പോഴും തന്നെ മണിക്കൂറുകളോളം പാകിസ്ഥാനിൽ പവർ കട്ടാണ്. മണിക്കൂറുകൾ, നേരത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയവും പാകിസ്ഥാനിൽ കറണ്ടില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് ഡാമുകൾ മുഴുവൻ അവർക്ക് വൈദ്യുതോൽപാദനം നടത്താൻ കഴിയാതെയാകും. അതുപോലെ തന്നെ അവരുടെ കൃഷി പൂർണ്ണമായി നശിക്കും. അവരുടെ ജലവിതരണ ശൃംഖല മുഴുവൻ ഇല്ലാതാകും. അവർക്ക് കുടിവെള്ളം പോലും കിട്ടാതെയാകും. അങ്ങനെ വരുന്നതോടുകൂടി പാകിസ്ഥാനിലെ ജനങ്ങൾ അവിടുത്തെ സർക്കാരിനും സൈന്യത്തിനുമെതിരെ തിരിയുകയും വലിയ രീതിയിലുള്ള ആഭ്യന്തര കലാപം ഉണ്ടാവുകയും പട്ടിണി മരണങ്ങൾ ഉണ്ടാവുകയും അതോടുകൂടി തന്നെ അവിടുത്തെ സൈന്യത്തിന് അവിടുത്തെ ജനങ്ങളുടെ നേരെ വെടിവെക്കേണ്ടിയും വരും. അവിടുത്തെ തീവ്രവാദികൾക്ക് പോലും കുടിക്കാൻ വെള്ളം കിട്ടില്ല.
അതാണ് അവസ്ഥ വരാൻ പോകുന്നത്. ഇന്ത്യയുടെ ഒരു തുള്ളി ചോര പൊടിയാതെ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബുള്ളറ്റ് പോലും ചിലവാക്കാതെ, ഒരു വെടിമരുന്നിൻ്റെ ഒരു വെടിയുണ്ടയുടെ ഒച്ച പോലും കേൾക്കാതെ, ഒരു മിസൈൽ അയക്കാതെ, ഒരു വ്യോമാക്രമണം നടത്താതെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ത്യ നടത്തുന്നത്. മുഴുവൻ പാകിസ്ഥാൻകാർക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വരും. ഒരാൾക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതിർത്തികളിലൂടെ ഒരു സാധനവും കൈമാറ്റം ചെയ്യില്ല. ഇന്ത്യ അവർ ഒരുപാട് കാര്യത്തിന് ആശ്രയിക്കുന്നുണ്ട്. ഒന്നും കൊടുക്കില്ല. തീർന്നു. അതോടുകൂടി തന്നെ പാകിസ്ഥാൻ ചിന്ന ഭിന്നമാകും, മൂന്നായിട്ട് മുറിഞ്ഞു പോകും. ബലൂചിസ്ഥാൻ വേറെ പോകും. ബലൂചിസ്ഥാൻ അവസരം നോക്കിയിരിക്കുക എങ്ങനെ അടിക്കണമെന്ന് ആലോചിച്ചിട്ട്. അവർ മറ്റൊരു രാജ്യമാകും. സിന്ധു മുറിയും. ഈ പറയുന്ന പാകിസ്ഥാനെ മുഴുവൻ ഇത് ബാധിക്കും. അവർക്ക് നിലനിൽപ്പില്ലാതായി പോകും. അപ്പോൾ യൊക്കെ വിട്ടിട്ട് ഓടേണ്ടി വരും അവരുടെ സൈനിക സംവിധാനങ്ങൾക്കൊക്കെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഒരു യുദ്ധം ആരംഭിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും പാകിസ്ഥാൻ്റെ? പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ ഖേദമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളല്ല ഇതിന്റെ പിന്നിൽ, ഞങ്ങൾക്കിതുമായി ബന്ധമില്ല എന്ന് കൃത്യമായി പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ അത് വിശ്വാസത്തിൽ എടുക്കുന്നില്ല. കാരണം വരുന്ന തീവ്രവാദികൾ പാകിസ്ഥാൻ ആർമി ട്രെയിൻ ചെയ്ത രീതിയിലാണ് ഇവിടുത്തെ നിരപരാധികളെ പിന്നെ പരിശോധിച്ച് മതം നോക്കി മതം ചോദിച്ച് അമുസ്ലിങ്ങളായവരെ ഒക്കെ തീർത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ പെട്ടെന്നൊരു നയതന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു. കാരണം ഇപ്പോൾ പറയുന്നത് കേന്ദ്ര ഇന്റലിജൻസിന്റെ വീഴ്ചയാണ്, സർക്കാരിന്റെ വീഴ്ചയാണിത്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നൊക്കെ സർക്കാരിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും സർക്കാരിനെതിരെ വലിയ നാണക്കേട് തന്നെയാണ്, സൈന്യത്തിന് ഒരു വലിയ വെല്ലുവിളിയുമാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായി ഈ വെള്ളം കിട്ടാതെ പാകിസ്ഥാന് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എന്തായാലും പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പലരും ഉണ്ടാവുമല്ലോ, ഇവർ വെറുതെ ഇരിക്കില്ലല്ലോ. ഇല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഇനി ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ നയതന്ത്ര ബന്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞു. റോബർട്ട് വാദ്ര ഇന്നലെ പറഞ്ഞ എന്താ, വളരെ കമ്മ്യൂണലായിട്ടുള്ള ഒരു റിമാർക്സാണ് നടത്തിയതെങ്കിൽ പോലും അയാൾ പറഞ്ഞത് ഒന്നാമത് ബുദ്ധിശൂന്യനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം യാതൊരു രാഷ്ട്രീയ ബോധവും ഇല്ല. അഴിമതി നടത്താനും പണം തട്ടിപ്പ് നടത്താനും അധികാര ദുർവിനിയോഗം നടത്താനും അല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ആളുടെ സംഭാവന ഇന്ത്യയിൽ എന്താ? ഒന്നുമില്ല. കോൺഗ്രസ്സിന് പോലും ഒന്നുമില്ല. വന്നു കയറിയ ഒരു മരുമകനാണ് ഈ പറയുന്ന സോണിയ കുടുംബത്തിൽ. അവരുടെ കുടുംബക്കാർക്കുള്ള ഒരു പ്രാധാന്യം അല്ലാതെ കോൺഗ്രസ്സിന് പോലും അയാളുടെ മേൽ ഒരു താല്പര്യവുമില്ല. അയാൾ ഒരു രാഷ്ട്രീയമായിട്ട് യാതൊരു ബോധവുമില്ല, രാഷ്ട്രീയമായിട്ടൊന്നും സംഭാവന ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാളാണ് റോബർട്ട് വാദ്ര. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. ഇവരിവിടെ കിടന്ന് പാകിസ്ഥാന് വേണ്ടി അലവറയിടുമായിരിക്കും. പ്രത്യേകിച്ച് CPM ആണ് പാകിസ്ഥാന് വേണ്ടി കറിയാൻ പോകുന്ന ഏറ്റവും വലിയ പാർട്ടി. അവരിവിടെ ഉറപ്പായിട്ടും പാകിസ്ഥാന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം ഇവർ നടത്തും. നോക്കൂ, സംശയമില്ല. പാലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം നടത്തിയവരാണ്. ഹമാസിന് വേണ്ടിയിട്ട് അവർ ഉറപ്പായിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് CPM ഇവിടെ ഐക്യദാർഢ്യം നോക്കിക്കോ. ഈ സിന്ധു നദീജലം കൊടുക്കാതെ ഒരിക്കലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴത്തേക്കും CPM ചെയ്യാൻ പോകുന്ന അതാ. CPM മുക്കിന് ഈ പറയുന്ന ഫ്ലക്സും വെച്ച് അവർ നിൽക്കും. എന്നിട്ട് പാകിസ്ഥാൻ ഐക്യദാർഢ്യം എന്ന് പറയുകയും ചെയ്യും. പോരാതെ വേണമെങ്കിൽ ബക്കറ്റ് ഒരു നടത്തും പാകിസ്ഥാന് പൈസ കൊടുക്കാൻ വേണ്ടി. പാകിസ്ഥാൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യാൻ എഴുതിയിരിക്കും. അത് ചെയ്യാൻ മടിയില്ലാത്തൊരു പ്രസ്ഥാനമാണ് CPM. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലാവ് വിളിക്കുന്നവരാണല്ലോ, ചങ്കിലെ ചൈന എന്നാണ് പറയുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് യാതൊരു സംശയമില്ല, അവരുടെ ചിലപ്പോൾ അങ്ങനെ നിലപാടെടുത്തിരിക്കുക. അവരിതെല്ലാം മറക്കുകയും ചെയ്യും. മറക്കാൻ യാതൊരു മടിയുമില്ല. വേണമെങ്കിൽ പൃഥ്വിരാജ് അടുത്ത് പോയിട്ടൊരു എമ്പുരാൻ 3 എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊലപാതകത്തെ ന്യായീകരിച്ച് കണ്ണീരോടുകൂടി വെടിവെച്ച ഭീകരനൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കളയും. അതൊക്കെയാണ് ഇവരുടെയൊക്കെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾ കാണിക്കുന്ന ഇത്തരം ആൾക്കാരുടെ കയ്യിലുള്ള ആയുധങ്ങളെന്ന് പറയുന്നത്. അവരുടെയൊക്കെ പ്രത്യയശാസ്ത്രം അതാണ്. പാകിസ്ഥാൻ ഇതിൽ എന്തെങ്കിലും നിലപാടെടുക്കാൻ സാധ്യതയുണ്ടോ? പാകിസ്ഥാനിലെ ചെയ്തത്, പാകിസ്ഥാന്റെ ആദ്യത്തെ നിലപാടാണ് ഈ ആക്രമണം. പാകിസ്ഥാൻ ഇതിൽ എന്ത് നിലപാടെടുത്താലും ശരി തന്നെ ഇന്ത്യയിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല. അത് മോദിയാണ് ഭരിക്കുന്നത്. മോദി തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചതാ. ഇനി ആ വെള്ളം കിട്ടാതെ പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. വേനൽക്കാലമാണ്, കടുത്ത വേനൽക്കാലം. ഈ വേനൽക്കാലത്ത് പാകിസ്ഥാൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഓരോ തുള്ളിച്ചോരയ്ക്കും പകരം ചോദിക്കുമെന്നുള്ളതാണ്. യാതൊരു സംശയവും വേണ്ട. പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനായില്ല. സിന്ധു നദീജലം പൂർണ്ണമായും ഇന്ത്യ തടയും. എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അവസാനിപ്പിച്ചു. എല്ലാ വ്യാപാര കരാറുകളും, സ്വകാര്യവും സർക്കാരിൻ്റെതുമായിട്ടുള്ള സകല വ്യാപാര കരാറുകളും എല്ലാ ഗതാഗത മാർഗങ്ങളും പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്.